വെറും ഒറ്റ ദിവസത്തിൽ 1,14,000-ന്റെ നേട്ടം എത്തിപ്പിടിക്കാനാകാതെ സിക്കന്ദറും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എമ്പുരാന് തൊട്ട് താഴെ സൽമാൻ ചിത്രം സിക്കന്ദർ ആണ്. മാർച്ച് 27-നായിരുന്നു മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന എമ്പുരാൻ റിലീസ് ചെയ്തത്. പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയിലെത്തിയ ചിത്രം ഏറ്റവും വേഗത്തിൽ 200 കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള സിനിമ കൂടിയായിരിക്കുകയാണ്. ഇതിനിടയിൽ ചില രംഗങ്ങളുടെ പേരിൽ വിവാദങ്ങളിലും എമ്പുരാൻ അകപ്പെട്ടിരുന്നു. ഒടുവിൽ റീ-എഡിറ്റിംഗിന് വിട്ട ചിത്രത്തിൽ 24 മാറ്റങ്ങളാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഈ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. എഡിറ്റിന് പിന്നാലെ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗിൽ നേരിയ കുറവ് ഉണ്ടായെങ്കിലും റീ-എഡിറ്റിംഗ് ബാധിച്ചിട്ടില്ലെന്നാണ് തിയേറ്റർ ഉടമകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 2-ാം തീയതിയിലെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ലിസ്റ്റിൽ എമ്പുരാൻ ആണ് ഒന്നാമത്. 1,14,000 ടിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം മാത്രം ബുക്ക് മൈ ഷോയിൽ നിന്നും എമ്പുരാന്റേതായി വിറ്റഴിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എമ്പുരാന് തൊട്ട് താഴെ സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദർ ആണ്. 84,000 ടിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം സിക്കന്ദറിന്റേതായി വിറ്റുപോയത്. 3-ാം സ്ഥാനത്ത് പക്ഷേ ഒരു റീ-റിലീസ് ചിത്രമാണ്. അല്ലു അർജുൻ നായകനായി 2009-ൽ റിലീസ് ചെയ്ത ആര്യ 2 ആണിത്. പ്രീ-സെയിൽ ബുക്കിംഗിലൂടെ 27,000 ആണ് ആര്യ 2 നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിലെ ബുക്കിംഗ് കണക്ക്: എമ്പുരാൻ 114K 7 ദിവസം, സിക്കന്ദർ 84K 4 ദിവസം, ആര്യ 2 27K. റീ-റിലീസ്: വീരധീര സൂരൻ 24K 7 ദിവസം ആയിട്ടുണ്ട്. മാഡ് സ്ക്വയർ 23K 6 ദിവസം, ചാവ 8K 48 ദിവസം, ദ ഡിപ്ലോമാറ്റ് 5K 17 ദിവസം എന്നിങ്ങനെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം.